എത്ര കണ്ടാലും മതി വരാത്ത ഒന്ന് സൂര്യഗ്രഹണം. ഇന്ന് ആ ഒരു ദിവസമാണ്. ഇന്നും സൂര്യഗ്രഹണം കാണാൻ ആളുകളുടെ തിരക്കാണ്. നമുക്ക് പോകാം തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഇതേസമയം സെന്റ് തോമസ് കോളേജിലെ കുട്ടികളും സൂര്യഗ്രഹണം കാണാനുള്ള തിരക്കിലായിരുന്നു. കാവേജി ദിനേശ് ചേട്ടനോട് മൈക്കിൾ ദിനേശിനെ തിരക്കി. ദിനേശ് ബോണത്തിലേക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പോയിരിക്കുക. അവൻ വന്നിട്ട് ഒരു ദിവസം ഉള്ളല്ലോ, അപ്പോഴേക്കും നിങ്ങൾ ഫ്രണ്ട്സായോ? ചെന്നു, മോളിക്ക് ചെന്നു. സൂര്യഗ്രഹണം കാണാനായി മൈക്കിൾ മുകളിലേക്ക് നടന്നു. എന്നാൽ പോകും വഴി അവിടെ അവനെ കാത്ത് സീനിയേഴ്സായ ഫർസിനും നിരഞ്ജനും ഉണ്ടായിരുന്നു. നീ എന്തിനാടാ കോളേജിൽ വന്ന് സമയം കളയുന്നത്? നീ മന്ദബുദ്ധിയാണെന്ന് നിനക്കെന്നെ അറിയില്ലേ? ഫർസിനും നിരഞ്ജനും മൈക്കിളിനെ കളിയാക്കി. എന്നാൽ അവിടേക്ക് കാവ്യ വന്ന് അവരെ തടഞ്ഞു. നിങ്ങളാദ്യം നിങ്ങളുടെ സപ്ലിയൊക്കെ എഴുതി പാസ്സാവാൻ നോക്ക്, വലിയ ബുദ്ധിമാന്മാർ വന്നേക്കുന്നു. കാവ്യ മൈക്കിളിന് സൂര്യഗ്രഹണം കാണാനുള്ള ഗ്ലാസ് കൊടുത്ത് അവനെ മുകളിലേക്ക് പറഞ്ഞു വിട്ടു. ആ സമയം മുകളിൽ സൂര്യഗ്രഹണം കാണാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയായിരുന്നു. സൂര്യഗ്രഹണ സമയത്ത് നഗ്നനേത്രങ്ങൾ കൊണ്ട് ആരും സൂര്യനിലേക്ക് നോക്കരുത്. നിങ്ങളുടെ കയ്യിൽ ഗ്ലാസ് തന്നിട്ടില്ലേ, അതിൽ കൂടെ മാത്രം നോക്കാൻ പാടുള്ളൂ. ഇതെല്ലാം അവിടെ നടക്കുന്നുണ്ടെങ്കിലും മൈക്കിളിൻ്റെ ശ്രദ്ധ സാറയിലേക്ക് മാത്രമായിരുന്നു. ഇതേസമയം തൃശ്ശൂർ സബ്വേയുടെ മതിലുകൾക്കപ്പുറം ബ്ലാക്കുകളുടെ താവളമാണ്. അവിടെ ഇന്നലെ തട്ടിക്കൊണ്ടുവന്നവരെ ബ്ലാക്കാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണവർ. അതിനായി ബ്ലാക്കുകളുടെ തലവൻ അവരുടെ കയ്യിലുള്ള ട്രയാങ്കിളിൻ്റെ പൊട്ടിയ ഒരു ഭാഗം എടുത്തുയർത്തി. ട്രയാങ്കിളിൽ നിന്നുള്ള ശക്തി അവരിലേക്ക് കുതിച്ചു. ട്രയാങ്കിൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകാറുള്ള അതേ ഇടിമിന്നൽ തൃശ്ശൂരിലുമുണ്ടായി. ആകാശത്തുണ്ടായ മാറ്റങ്ങളെ കണ്ട് ആളുകളെല്ലാം അമ്പരന്നു. എന്നാലെപ്പോഴും മൈക്കിളിൻ്റെ കണ്ണുകൾ സാറയുടെ മുഖത്തായിരുന്നു. സാറയുടെ മുഖത്തുണ്ടായ മാറ്റം കണ്ട് മൈക്കിൾ ആകാശത്തേക്ക് തല ഉയർത്തി. സൂര്യഗ്രഹണത്തിൻ്റെ പ്രകാശവും ട്രയാങ്കിളിനാൽ രൂപപ്പെട്ട ഇടിമിന്നലിൻ്റെ ശക്തിയും മൈക്കിളിൻ്റെ കണ്ണിലേക്ക് പതിച്ചു. അടുത്ത ദിവസം പുലർച്ചെ പത്രമിടാൻ പോവുകയായിരുന്നു റിജോയ്. അപ്പോഴാണ് അവൻ തൻ്റെ മൊബൈലിൽ സംഭവം ശ്രദ്ധിച്ചത്. ബ്ലാക്കുകൾ അവിടെ മറ്റൊരാളെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. ഇതെല്ലാം കണ്ടു നിൽക്കാനേ റിജോയ്ക്ക് സാധിച്ചുള്ളൂ. രാവിലെ പീസ് ഓഫ് മെൻസ് ഹോസ്റ്റലിൽ ഉറങ്ങുകയായിരുന്നു മൈക്കിൾ. അപ്പോൾ അവിടേക്ക് ഫർസനും നിരഞ്ജനും ഒരു ബക്കറ്റ് വെള്ളവുമായി എത്തി. അവർ ജനാല തുറന്ന് അത് മൈക്കിളിൻ്റെ മുഖത്തേക്ക് ഒഴിച്ചു. മൈക്കിൾ വെട്ടി എഴുന്നേറ്റു. അവൻ ദേഷ്യത്താൽ ഒന്ന് അലറി. മൈക്കിളിൻ്റെ കണ്ണുകളിൽ നിന്ന് ഹീറ്റ് വിഷൻ പുറപ്പെട്ടു. അത് അവന് നേരെയുള്ള മതിലെ തകർത്തു. ഇത് കണ്ട അപ്പുറത്തുണ്ടായിരുന്ന ദിനേശിനും തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. മൈക്കിളിനും ഒന്നും മനസ്സിലായില്ല. തൃശ്ശൂർ പോലീസ് സ്റ്റേഷൻ. താൻ കണ്ട കാര്യങ്ങൾ പറയാനായി അവിടെ എത്തിയിരിക്കുകയാണ് റിജു. എന്നാൽ സമർ അത് കേൾക്കാൻ തയ്യാറായില്ല. അല്ലെങ്കിൽ തന്നെ ഇവിടെ 100 കൂട്ടം കേസുണ്ട്. അതിനെപ്പാണ് തന്റെ സിനിമ അന്വേഷിക്കേണ്ടത്. സമറിന്റെ നിർദ്ദേശപ്രകാരം 2 പോലീസുകാർ റിജോയെ പുറത്താക്കി. ഇതെല്ലാം നൂറിൻ കാണുന്നുണ്ടായിരുന്നു. നൂറിൻ റിജോയോട് കാര്യങ്ങൾ തിരക്കി. റിജോയ് നൂറിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ബ്ലാക്ക് ഹുഡി അല്ലേ, ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. എന്നാൽ നൂറിനെയും സമർ ശകാരിച്ച് പുറത്താക്കി. ഇവിടെ നീ പറയുന്നത് കേൾക്കാനല്ല, ഞാൻ പറയുന്നത് കേൾക്കാനാണ് നിങ്ങളൊക്കെ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് മോള് മെനക്കെടുത്തോണ്ട് പോകും. എന്നിരുന്നാലും കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനായി രാത്രി വിളിക്കാമെന്ന് പറഞ്ഞ് നൂറിൻ റിജോയുടെ നമ്പർ വാങ്ങി. ഇതേസമയം പീസോമിൽ തനിക്ക് അമാനുഷികമായ ശക്തി കിട്ടിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു മൈക്കിൾ. ദിനേശ് ആകട്ടെ ഇതുമൂലമുണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചോർത്ത് ടെൻഷനിലുമായിരുന്നു. നിനക്ക് വേറെ വല്ല പവേഴ്സ് ഉണ്ടോ? ദിനേശ് മൈക്കിളിനോട് ചോദിച്ചു. മൈക്കിൾ സ്വയം ഒന്ന് ചാർജ് ചെയ്തു. ഇനി തൊട്ടോക്ക്. എന്താണിത്? മൈക്കിളിനെ തൊട്ട ദിനേശിൻ്റെ കൈപ്പുള്ളി. എനിക്ക് എന്നെ ഇങ്ങനെ സ്വയം ചൂടാക്കാൻ പറ്റും. പനിയൊക്കെ വന്നാൽ നീ എങ്ങനെ തിരിച്ചറിയാപ്പോൾ? അതുകൊട്ടെ, നീ ഇന്നലെ ബ്ലാക്ക് കളറിലിട്ടുണ്ടെന്ന് നമുക്കറിയാം. ബ്ലാക്ക് കളർ അബ്സോർബ്സ് മോർ സൺലൈറ്റ്. അതുകൊണ്ടാണ് അത്തരം പേര് അവിടെ ഉണ്ടായിട്ട് നിന്നിലേക്ക് മാത്രം ഈ പവർ പ്രത്യേകമായിട്ട് അടിച്ചത്. പോരാത്തതിന് നീ കണ്ണടവിക്കാണ്ട് കൂടി നോക്കി. മൈക്കിൾ എപ്പോഴും അതൊന്നും ശ്രദ്ധിക്കാതെ ആകാശത്തേക്ക് ഹീറ്റ് വിഷൻ വിട്ടുകൊണ്ടേയിരുന്നു. എന്നാൽ ദിനേശിൻ്റെ സംശയങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നില്ല.
എന്നാലും ആ ചുവന്ന കളറുള്ള ഇടിമിന്നലൊക്കെ എവിടെ നിന്നാണ് വന്നത്? തൃശ്ശൂരിൽ മാത്രമേ അത് അടിക്കുന്നുള്ളൂ. കുറേ നാളായി. അതൊക്കെ വിട്. മൈക്കിൾ ഇടയ്ക്ക് കയറി. എനിക്കിപ്പോൾ സൂപ്പർ പവറൊക്കെ ഇല്ലേ, അപ്പോൾ എനിക്ക് തന്നെ ഇനി സൂപ്പർ മൈക്കിൾ എന്ന് വിളിച്ചോടെ? ആ ബെസ്റ്റ്. എൻ്റെ പേര് മൈക്കിൾ, എന്നിട്ട് സൂപ്പർ മൈക്കിൾ എന്ന് പേരിട്ട ആൾക്കാർക്ക് തന്നെ പെട്ടെന്ന് മനസ്സിലാവും. ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവാത്ത പേരിടണം. എന്നാൽ ദിനേശ്, എൻ്റെ പേരിടാം സൂപ്പർ ദിനേശ്. ആ നന്നായിട്ടുണ്ട്, നീ വന്നാൽ അടിക്ക് പോവാം. അവർ അടിയിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ അവിടെയുണ്ടായിരുന്ന ഇരുമ്പ് വസ്തുക്കൾ മൈക്കിളിന് നേരെ വന്നു. ഇത് കണ്ട് ദിനേശ് ഒരു പലകിയെടുത്ത് അതിനെ ഇത് കണ്ട് ഞെട്ടി തിന്ന മൈക്കിളിനോട് ദിനേശ് പറഞ്ഞു, നിനക്ക് മാഗ്നറ്റിക് പവർ കൂടിയുണ്ട്. അത് കേട്ടതും മൈക്കിൾ വീണ്ടും ഹാപ്പിയായി. രാത്രിയായി. നൂറിൻ റിജോയെ വിളിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ റിജോയ് കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ബ്ലാക്കുകൾ അവനെ അപ്പോഴേക്കും പിടിച്ചു കഴിഞ്ഞിരുന്നു. അവർ റിജോയെ ഒരു ഇഞ്ചക്ഷൻ കുത്തി മയക്കി. ഇവനെ ബ്ലാക്കാക്കാൻ പറ്റില്ല, അതുകൊണ്ട് കൊല്ലൂരിലേക്ക് അയച്ചോ ഇവനെ. റിജോയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയാതെ നൂറിനും ആദ്യ വിഷമത്തിലായി. നീ പവേഴ്സ് ഒന്നും ഉപയോഗിക്കില്ലെന്ന് എനിക്ക് വാക്ക് താ മൈക്കിളെ. ഈ സമയം മൈക്കിളിൻ്റെ പവേഴ്സ് ഒന്നും അവൻ ഉപയോഗിക്കില്ലെന്ന് അവനെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കുകയാണ് ദിനേശ്. അതെന്തിനാണെന്ന് മൈക്കിളിന് മനസ്സിലായില്ല. എന്നാലും അവൻ ദിനേശിന് വാക്ക് കൊടുത്തു. ദിനേശ് പോകാൻ നിൽക്കുന്ന നേരത്ത് മൈക്കിൾ ദിനേശിനോട് പറഞ്ഞു, നാളെ എന്നെ ബൈബിൾ ടവർ കാണിക്കാമെന്ന് എനിക്കും വാക്ക് തരണം. എടാ അതെങ്ങനെയാടാ, നാളെ ബോണത്താലല്ലേ? അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, എന്നെ എന്തായാലും നാളെ ബൈബിൾ ടവർ കാണിക്കണം. ശരി, നാളെ എന്തായാലും ബൈബിൾ ടവർ കാണിക്കാം. ശരി, അപ്പോൾ ഗുഡ് നൈറ്റ്. അതും പറഞ്ഞ് ദിനേശ് തൻ്റെ മുറിയിലേക്ക് പോയി. വാതിലടഞ്ഞപ്പോൾ മൈക്കിളിൻ്റെ മുഖത്ത് ഒരു കള്ളച്ചിരി പടർന്നു. കാരണം തനിക്കിഷ്ടപ്പെട്ട മഞ്ഞക്കുപ്പായം മൈക്കിൾ അപ്പോഴേക്കും അടിച്ചു മാറ്റിയിരുന്നു.